ദുബായ് എമിറേറ്റില് പബ്ലിക് ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായിട്ടുള്ള പ്രത്യേക ലൈൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 6 പ്രധാനപ്പെട്ട റോഡുകളിൽ ഏകദേശം 14.5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പുതിയ ലൈൻ നിർമ്മാണം നടക്കുന്നത്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ, ഇതിപ്പോ 30% പൂർത്തിയായെന്ന് RTA അറിയിക്കുന്നുണ്ട്. ഈ ലൈൻ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമ്മുടെ യാത്രാ സമയത്തില് 59% വരെ കുറവ് വരുന്ന രീതിയിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുക. ട്രാഫിക് കുരുക്കും നമ്മുടെ സമയം ധാരാളം കവർന്നെടുക്കുന്നതും ദുബായുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ പബ്ലിക് ബസ്സുകൾക്കും ടാക്സികൾക്കും വരുന്ന ഈ പ്രത്യേക ലൈനിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ ചില റോഡുകളിൽ 6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ലൈനുകൾ പൂർത്തിയാക്കിയപ്പോൾ യാത്രാ സമയം ഒരുപാട് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് RTA തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് 14.5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പുതിയ റോഡ് ലൈൻ നിർമ്മാണം നടക്കുന്നത്. നിലവില് ഷെയ്ഖ് സബ, അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ സ്ട്രീറ്റ്, 2 ഡിസംബർ സ്ട്രീറ്റ്, അൽ സത്വ സ്ട്രീറ്റ്, അൽ നദ സ്ട്രീറ്റ്, ഒമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ്, നായിഫ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലായിട്ടാണ് പുതിയ പാതകൾ വരുന്നത്. ഇതിൽ നായിഫ് സ്ട്രീറ്റിൽ വലിയ രീതിയിലുള്ള യാത്രാ സമയം ലഘൂകരിക്കാൻ നിങ്ങൾക്ക് ഈ പ്രത്യേക പാതകൾ വരുന്നതോടെ കഴിയും എന്ന് RTA തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം, ദുബായിലെ വാഹന ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ട്രാഫിക് ഒരുക്കും നമ്മുടെ സമയനഷ്ടമൊക്കെ വലിയൊരു പ്രാധാന്യമുള്ള ഘടകമാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. പബ്ലിക് ബസ്സുകൾക്കും ടാക്സികൾക്കുമായിട്ടുള്ള പ്രത്യേക ലൈനുകളുടെ നിർമ്മാണം എന്നാണ് RTA ഇപ്പോൾ പറയുന്നത്. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായിട്ടുള്ള നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്കുള്ള നേരിട്ടുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്നും നേരിട്ട് രാജ്യാന്തര സർവീസ് നടത്തുന്ന ആദ്യ വിമാന സർവീസ് എന്നുള്ള പേര് കൂടി എയർ ഇന്ത്യ എക്സ്പ്രസിന് സ്വന്തമാവുകയാണ്. 2026 ജൂലൈ 15 മുതലാണ് നവി മുംബൈ അബുദാബി സർവീസ് ആരംഭിക്കുന്നത്. ഇതിന്റെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും മറ്റ് ബുക്കിംഗ് ഏജന്റുമാർ വഴിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നുണ്ട്. കനത്ത ചൂടിന്റെ ഒരു സമയത്ത് നമ്മുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് UAE പോലീസ് സംവിധാനം. നമ്മുടെ വാഹനങ്ങളിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ തന്നെ കുറെ അധികം സാധനങ്ങൾ ചിലപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് സാനിറ്റൈസറുകൾ, പെർഫ്യൂമുകൾ, ലൈറ്ററുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതൊന്നും വാഹനത്തിൽ ഈ കടുത്ത ചൂടിന്റെ സമയത്ത്, വേനൽക്കാല സമയത്ത് സൂക്ഷിക്കരുത് എന്നാണ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് മാത്രമല്ല, പവർ ബാങ്കുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ, അതുപോലെ തന്നെ എയറോസോൾ ക്യാനുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും വാഹനത്തിൽ സൂക്ഷിക്കരുത്. ഇത്തരം സാധനങ്ങൾ ഉയർന്ന സൂര്യപ്രകാശത്തിൽ അത് നേരിട്ടടിക്കുന്ന രീതിയിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കാറിൽ നിന്ന് ഒഴിവാക്കണം, കാറിൽ സൂക്ഷിക്കരുതെന്ന് പോലീസ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. UAE നിയമപരമായി സ്വകാര്യ ട്യൂഷനുകൾ എടുക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നതാണെന്ന് വളരെ പ്രാധാന്യത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത്. ഒരുപാട് പേര് കുട്ടികൾക്ക് സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നത്, പൊതു സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇനി വിദ്യാർത്ഥികൾക്കും ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്വകാര്യ ട്യൂഷനുകൾ എടുക്കാമെന്നാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്ത ട്യൂഷൻ അധ്യാപകർ, സ്വകാര്യ സർക്കാർ മേഖല ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കും ട്യൂഷൻ എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യം പറയുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആയിരിക്കണം അവരുടെ പ്രായം. മാതാപിതാക്കളുടെ സാക്ഷ്യപത്രം അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതപത്രം, അവരുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ശാരീരിക ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ കുറേയധികം രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ പെർമിറ്റ് കിട്ടുകയുള്ളൂ. സർക്കാർ, അർദ്ധ സർക്കാർ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ ട്യൂഷനുമായി ബന്ധപ്പെട്ട അനുമതിക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലധികാരിയുടെ NOC കൂടി സമർപ്പിക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവർക്കും നിരവധി രേഖകൾ മന്ത്രാലയത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. UAE മാനവശേഷി വിഭവ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി ഡിജിറ്റലായിട്ടാണ് അപേക്ഷകൾക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കേണ്ടത്. എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾക്ക് ട്യൂഷനുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾ ലഭിക്കുമെന്നും അതിനുശേഷം മാത്രമേ ട്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാവൂ എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്, പുതുക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക.